ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. നമ്മൾ ബുലൂഗുൽ മറാമിൽ ബാബു സ്വലാത്തിൽ ഈദൈൻ അതിൽ ഒരു ഭാഗമാണ് ഇവിടെ വിശദീകരിച്ച്. ഇനി അതിൻ്റെ മറ്റേ ഭാഗം ഏതാനും ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. വാനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലൽ ഈദ ബിലാ അദാനിൻ വലാ ഇഖാമത്തിൻ. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലൽ ഈദ ബിലാ അദാനിൻ വലാ ഇഖാമത്തിൻ. അഖ്റജഹു അബൂ ദാവൂദ് വ അസ്ലുഹു ഫിൽ ബുഖാരി. ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വല്ലൽ ഈദ് നമസ്കരിച്ചു ബിലാ അദാനിൻ അദാനില്ലാതെ വലാ ഇഖാമത്തിൻ ഇഖാമത്തും ഇല്ലാതെ. ഇപ്പോൾ ബാങ്ക് വിളിയും ഇഖാമത്തും കൂടാതെയാണ് എന്ത് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദ് നമസ്കരിച്ചത്. അപ്പോൾ പിന്നെ പെരുന്നാൾ നമസ്കാരത്തിന് എന്തില്ല, ബാങ്ക് വിളി ഇല്ല, ഇഖാമത്ത് കൊടുക്കലും ഇല്ല. അബൂ ദാവൂദാണ് റിവായത്ത് ചെയ്തത്. ഇതിൻ്റെ അസല് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് وعن أبي سعيد الخدري رضي الله تعالى عنه كان النبي صلى الله عليه وسلم يخرج يوم الفطر والأضحى إلى المصلى وأول شيء يبدأ به الصلاة ثم ينصرف ويقوم مقابل الناس والناس على صفوفهم فيعظهم ويأمرهم. متفق عليه. وأنا أبي سعيد الخدري رضي الله تعالى عنه أبو سعيد الخدري رضي الله عنه നിവേദനം. അബൂ സഈദ് അൽ ഖുദ്രി മാലിക് ഇബ്നു സിനാൻ നമുക്ക് വന്ന റാവിയാണ് അതൊക്കെ. അദ്ദേഹം പറയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യഖ്റുജു യൗമൽ ഫിത്ർ ഫിത്റിൻ്റെ ദിവസം റസൂലുള്ള പുറപ്പെടും. യൗമൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ യൗമ ഈദുൽ ഫിത്ർ ഈദുൽ ഫിത്ർ ദിവസത്തിൽ പുറപ്പെടും ആയിരുന്നു. വൽ അദ്ഹ അദ്ഹ ദിവസത്തിലും, അദ്ഹ എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാൾ ദിവസം. എവിടേക്ക്? ഇലൽ മുസല്ല മുസല്ലയിലേക്ക്. മുസല്ല എന്ന് പറഞ്ഞാൽ നമസ്കാര സ്ഥലം. പള്ളിയിലായിരുന്നില്ല നിസ്കരിച്ചിരുന്നത്, പിന്നെ മുസല്ലയിലായി. നമ്മൾ പറഞ്ഞു ബാബു സലാമിൽ നിന്ന് ഒരു 1000 ദിറ മുഴം ദൂരപരിധിയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുസല്ലൽ ഈദ്. മുസല്ലയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്ർ ദിവസവും അദ്ഹ ദിവസവും പുറപ്പെടുമായിരുന്നു. വ അവ്വലു ഷൈഇൻ യബ്ദഉ ബിഹി അസ്സലാഹ്. വ അവ്വലു ഷൈഇൻ യബ്ദഉ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങിയിരുന്ന ആദ്യ കാര്യം, വ അവ്വലു ഷൈഇൻ ആദ്യ സംഗതി, യബ്ദഉ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തുടങ്ങിയിരുന്നു. അതേതാണ്? അസ്സലാ, നമസ്കാരമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം കൊണ്ടായിരുന്നു ആദ്യമായി തുടങ്ങിയിരുന്നത്. എന്ന് പറഞ്ഞാൽ എഴുതുകയിലെത്തിയിട്ടുണ്ടെങ്കിൽ അലത്തുൽ സ്വലാ, നമസ്കാരം, പെരുന്നാൾ നമസ്കാരം. സുമ്മ യൻസരിഫ്, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പിരിയും. ഫയഖൂമു മുഖാബില നാസ്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് അഭിമുഖമായി നിൽക്കും. ഫയഖൂമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കും മുഖാബില നാസ്, ജനങ്ങൾക്ക് അഭിമുഖമായി. വന്നാസു അലാ സുഫൂഫിഹിം, എന്താ വന്നാസു അലാ സുഫൂഫിഹിം? ജനങ്ങൾ അവരുടെ സഫുകളിലായിരിക്കെ, ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭിമുഖമായിട്ട് നിൽക്കും. ഫയഇദുഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഉപദേശിക്കും. വയഉമുറുഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അനുശാസിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അനുശാസിക്കുകയും അവരെ ഉപദേശിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിമും അബൂ സഈദിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. എന്താ ഈ ഹദീസ് അറിയിക്കുന്നത്? ഈദ്ഗാഹിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിരുന്നത്, വിശുദ്ധ മദീനയിൽ. ഈദ്ഗാഹിലെത്തിയ ഉടനെ റസൂൽ നിസ്കാരം കൊണ്ട് തുടങ്ങിയിരുന്നു. ഖുതുബല്ല ആദ്യം നമസ്കാരമായിരുന്നു. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്നത് നമസ്കാരമായിരുന്നു. എന്നിട്ട് റസൂൽ പിരിയുകയും ഫയഖൂം മുഖാബില നാസി വന്നാസു അലാ സുഫൂഫിഹിം ഫയഇദുഹും വയഅ്മുറുഹും. മനസ്സിലായി? പിന്നെയായിരുന്നു ഖുതുബ. മറ്റു ചരിത്രത്തിൽ നമ്മൾ വായിക്കും, ആദ്യം ഖുതുബ പറഞ്ഞിട്ട് പിന്നെ നിസ്കരിച്ച്. പെരുന്നാക്ക്
പെരുന്നാളിന് ആദ്യം ഖുതുബ പറയുകയും പിന്നെ നമസ്കരിക്കുകയും ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. അത് പിന്നെ മർവാനാണ് എന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് എന്നും വന്നിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആദ്യം ഖുതുബ പറഞ്ഞു പിന്നെ നിസ്കരിച്ചു എന്ന് വന്നിട്ടുണ്ട്. അതല്ല മർവാനാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. മർവാൻ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഗവർണർ. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആല അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന ചരിത്രങ്ങളിൽ ഉസ്മാൻ റളിയല്ലാഹു അങ്ങനെ ചെയ്യാൻ കാരണം ചില ആളുകൾക്ക് എന്ത് വേണ്ടില്ലേ, അതായത് പിന്നെ ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തോടു കൂടി ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ടെന്ത് ചെയ്ത് മദീന വികസിച്ച് അങ്ങനെ ആളുകൾക്ക് ഈദ് നിസ്കാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഖുതുബ നേർത്താക്കിയത് എന്നാണ്. അത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഒരു ഗവേഷണമായിരുന്നു, ഇജ്തിഹാദായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം വന്ന ഉടനെ ഇമാമാണ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി, പിന്നീട് വരുന്നവർക്ക് ഇമാമിനോടൊത്ത് ഈദ് നിസ്കാരം കിട്ടൂല. അപ്പോൾ ഖുതുബ പറഞ്ഞിട്ട് പിന്നെ ഈദ് നിസ്കാരം ആകുമ്പോൾ എന്തായി, ആളുകൾക്ക് എല്ലാവർക്കും കിട്ടും. ഇതായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഗവേഷണം എന്നാണ് ഇതിൽ പറയപ്പെടുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയിൽ കണ്ട റസൂൽ ആദ്യം നിസ്കരിക്കുക പിന്നെ ഖുതുബ പറയുക എന്നുള്ളതാണ്. അതാണ് പിന്നീട് മുസ്ലിം ലോകം തുടർന്ന് പോന്നിട്ടുള്ളത്. മറ്റേത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഗവേഷണം, അദ്ദേഹത്തിൻ്റെ ഗവേഷണം. മർവാനെ എതിർത്തിരുന്നു സഹാബികൾ തന്നെ. അങ്ങനെ ഖുതുബ പറഞ്ഞപ്പോൾ മർവാൻ ഖുതുബ പറഞ്ഞപ്പോൾ എതിർത്തിരുന്നു സഹാബികൾ. ഉസ്മാൻ റളിയല്ലാഹു തആല അങ്ങനെ ചെയ്തു പറയുമ്പോൾ ദീനിലൊരു കാര്യം ഉസ്മാൻ റളിയല്ലാഹു പുതിയതുണ്ടാക്കി എന്ന് വിചാരിക്കാൻ പാടുള്ളതില്ല. അങ്ങനത്തെ ചരിത്രം വായിക്കും. പിന്നെയോ ഉസ്മാൻ റളിയല്ലാഹു അങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല മിനയിൽ അദ്ദേഹം 4 റക്അത്ത് നിസ്കരിച്ച്. അതെന്തുകൊണ്ടാണ് മിനയിൽ 4 റക്അത്ത് നിസ്കരിച്ച്? അറാബികളും മറ്റൊക്കെ വരികയാണ് ഹജ്ജിന് വരുമ്പോൾ, അവർ നിസ്കാരം 2 റക്അത്താണ് എന്ന് തെറ്റിദ്ധരിച്ച് പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. വേറെയും അദ്ദേഹത്തിന് കാരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ ഉസ്മാൻ റളിയല്ലാഹു തആല ഇപ്പോൾ 2ാം ബാങ്കിനെ കുറിച്ച് വെള്ളിയാഴ്ച ദിവസം 2ാം ബാങ്കിൻ്റെ വിഷയത്തിലും ഇതേപോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഗവേഷണമാണ്. മനസ്സിലായില്ല, ആളുകൾ കൂടിയപ്പോൾ അദ്ദേഹം സൂക്കിൽ ഒരു അദാൻ നിശ്ചയിച്ചു, എന്തിന് ആളുകൾ ഖുതുബക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതേപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഖുതുബ അതിനെ മുന്തിപ്പിച്ച വിഷയത്തിലും പറയപ്പെടുന്നത്. അതാണ് 2ാമത്തെ ഹദീസ്. ഇനി 3ാമത്തെ ഹദീസ്. ഇത് അംർ ബിൻ ശുഐബിൻ്റെ ഹദീസാണല്ലേ അടുത്ത്. അൻ അംർ ബിൻ ശുഐബിൻ അൻ അബീഹി അൻ ജദ്ദിഹി ഖാൽ التكبير في الفطر 7 في الأولى و5 في الأخرى والقراءة بعدهما كلتيهما أخرجه أبو داود ونقل الترمذي تصحيحه عن البخاري. അങ്ങനെയല്ലേ തസ്ഹീഹു. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇവിടെ ഈ ഹദീസ് ഉണ്ടല്ലോ, അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി എന്നാണ് അല്ലേ. അതൊരു പിന്നെ ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ ഭയങ്കര ഒരു സംസാര വിഷയമായ ഒരു സനദാണിത്. അംർ ബിൻ ശുഐബ് അല്ലേ, അങ്ങനെയല്ല ഉള്ളത്. അൻ അംർ ബിൻ ശുഐബ്, പിന്നെ അൻ അബീഹി അല്ലേ. ഈ അംർ ബിൻ ശുഐബ് അദ്ദേഹത്തിൻ്റെ വാപ്പയിൽ നിന്നാണ്. അൻ ജദ്ദിഹി, ഇത്രയും ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അംർ ബിൻ ആസിനെ നമുക്കറിയാം അല്ലേ. ആരാ അംർ ബിൻ ആസ്? സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ള, അതും അറിയാം, അബ്ദുള്ള ഇബ്നു അംർ ബിൻ ആസ്. അംർ ബിൻ ആസ് സഹാബിയാണ്, അംർ സഹാബിയാണ്, മകൻ അബ്ദുള്ള സഹാബിയാണ്, അബ്ദുള്ള ഇബ്നു അംർ ബിൻ ആസ്. ഈ അബ്ദുള്ളൻ്റെ മകനാണ് മുഹമ്മദിൻ്റെ മകൻ ഷുഐബിൻ്റെ മകൻ അംർ ബിൻ ഷുഐബ് തൻ്റെ പിതാവിൽ നിന്ന്. അപ്പോൾ അംർ തൻ്റെ പിതാവ് ഷുഐബ് ബിൻ മുഹമ്മദിൽ നിന്ന്. ഷുഐബ് ബിൻ മുഹമ്മദ് അതേ റിപ്പോർട്ട് ചെയ്യുന്നത് അൻ ജദ്ദിഹി എന്നാണ്. അൻ ജദ്ദിഹി എന്നാണ്. അപ്പോൾ ജദ്ദ ആരവിടെ? ജദ്ദ അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസാണ്. അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസാണ്. മനസ്സിലായോ?
വല്യാപ്പാനെ പേരക്കുട്ടി കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഈ സനദിൻ്റെ അഭിപ്രായ വിഷയം. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സഹീഹാണോ, അംർ ബിൻ ഷുഐബ് തൻ്റെ വല്യാപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് സഹീഹാണോ ഇല്ലേ എന്നുള്ളത് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഫുഖാക്കൾ മുഹദ്ദിസീങ്ങൾക്കിടയിൽ. അതുകൊണ്ടാണ് എന്താ ഇബ്നു ഹജർ പറഞ്ഞത്, അഖ്റജഹു അബൂദാവൂദ് അല്ല, ഈ ഹദീസ് ആർ റിപ്പോർട്ട് ചെയ്ത് അബൂദാവൂദ്. വനഖല തുർമുദി ഉദ്ധരിച്ചു അനിൽ ബുഖാരി, ബുഖാരിയിൽ നിന്ന് തസ്ഹീഹഹു, എന്ത് ബുഖാരി ഈ ഹദീസിനെ സഹീഹാക്കിയിട്ടുണ്ട് എന്ന് ആര് ഉദ്ധരിച്ചു എന്നാണ്, തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ആര് പറയുന്നത്, ഇബ്നു ഹജർ പറയുന്നത്. പറയുമ്പോൾ തുർമുദി എന്ത് ചെയ്തിട്ടില്ല, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനസ്സിലായിട്ടില്ല? അതായത് അംർ ബിൻ ഷുഐബ് തൻ്റെ വല്യാപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായ റിപ്പോർട്ടുകൾ സഹീഹാണോ അല്ലേ, മുഹദ്ദിസീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമാണ്. പല മുഹദ്ദിസീങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ആ റിപ്പോർട്ടിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. പലരും എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ സഹീഹാക്കിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആരാണ്, അഖ്റജഹു അബൂദാവൂദ്. എന്നിട്ട് എന്താ ഇബ്നു ഹജർ പറഞ്ഞത്, നഖല തുർമുദി അനിൽ ബുഖാരി തസ്ഹീഹഹു, ബുഖാരി ഈ ഹദീസിനെ സഹീഹാക്കിയിട്ടുണ്ട് എന്നുള്ളത് തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ്. തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സുനനിൽ. പിന്നെ എവിടെ തുർമുദി ഉദ്ധരിച്ചത്, ഉദ്ധരിച്ചത് അദ്ദേഹത്തിൻ്റെ അൽ ഇലലുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിലാണ്. അൽ ഇലലുൽ കുബ്രയിൽ ഇമാം തുർമുദി ബുഖാരി ഈ ഹദീസിനെ സഹീഹാക്കിയത് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതാണ് ഇബ്നു ഹജർ എന്ത് ചെയ്തത്, ഇതിൽ എടുത്തു കൊടുത്തത്. ഹദീസ് അറിയിക്കണത് എന്താ, അംർ ബിൻ ഷുഐബ് തൻ്റെ വല്യാപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് അറിയിക്കുന്നത് അത്തക്ബീറു ഫിൽ ഫിത്രി സബ്ഉൻ ഫിൽ ഊല വ ഖംസുൻ ഫിൽ ഉഖ്റ വൽ ഖിറാഅത്തു ബഅദഹുമാ കിൽതൈഹിമാ എന്നാണ്. എന്താ അത്തക്ബീറു ഫിൽ ഫിത്ർ, ഫിത്റിൽ തക്ബീർ. ഫിത്ർ എന്ന് പറഞ്ഞാൽ എന്താ, ഈദുൽ ഫിത്റിൽ തക്ബീർ സബ്ഉൻ ഫിൽ ഊല, ഒന്നാമത്തെ റക്അത്തിൽ 7 വഖംസും ഫിൽ ഉഖ്റ, രണ്ടാമത്തേതിൽ 5 വൽ ഖിറാഅത്തു ബഅദഹുമാ കിൽതൈഹിമ, ഖിറാഅത്ത് ബഅദഹുമാ, ഈ 2 തക്ബീറുകൾക്കും ശേഷം മാകുന്നു. കിൽതൈഹിമ, ഈ 2 തക്ബീറുകൾക്കും ശേഷം. കിൽതൈഹിമ എന്നുള്ളത് ഈ ബഅദഹുമ എന്നുള്ളതിൻ്റെ തൗക്കീദാണ്. അപ്പോൾ 2 തക്ബീറുകളുടെയും ശേഷമാണ് എന്ത്, ഖിറാഅത്ത്. എന്താ ഈ ഹദീസ് അറിയിക്കണേ, പറഞ്ഞാണി ഈ ഹദീസ് അറിയിക്കണ എന്താ, ഈദ് നിസ്കാരം എത്ര റക്അത്താ, 2 റക്അത്ത്. ഒന്നാമത്തെ റക്അത്തിൽ എത്ര തക്ബീറാണ്, 7 തക്ബീർ. രണ്ടാമത്തേലോ 5 തക്ബീർ. അപ്പോൾ 7 തക്ബീർ എന്ന് പറയുന്നത് തക്ബീറത്തുൽ ഇഹ്റാം ഉൾപ്പെട്ടിട്ടാണ്. തക്ബീറത്തുൽ ഇഹ്റാം ഉൾപ്പെടെ 7 തക്ബീറാണ്. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമും പിന്നെ എത്ര തക്ബീറാണ്, 6 തക്ബീറും. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അത്തക്ബീർ ഫിൽ ഫിത്രി സബ്ഉൻ ഫിൽ ഊല, ഒന്നാമത്തെ റക്അത്തിൽ 7 അതിൽ തക്ബീറത്തുൽ ഇഹ്റാമും ഉൾപ്പെട്ട്. വ ഖംസുൻ ഫിൽ ഉഖ്റ, മറ്റേതിൽ 5. മറ്റേതിൽ 5 എന്ന് പറയുമ്പോൾ അവിടെ തക്ബീറത്തിൽ ഇന്തിഖാൽ ഉണ്ടല്ലോ, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന തക്ബീർ, അത് ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ അത് ഉൾപ്പെടാതെ 5 തക്ബീറാണ്. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ മൊത്തം എത്ര തക്ബീർ ഉണ്ടാവും, 6 തക്ബീർ ഉണ്ടാവും. പക്ഷേ ഇവിടെ തക്ബീറത്തിൽ ഇന്തിഖാൽ ഉണ്ട്, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന തക്ബീർ, അതിവിടെ എണ്ണിയിട്ടില്ല. അപ്പോൾ ഇവിടെ 7 തക്ബീർ, ഇവിടെ 6 തക്ബീർ. തവൻ അത് ഫുഖാക്കൾക്കിടയിൽ ഖിലാഫുള്ളൊരു വിഷയമാണ്. ചിലർ പിന്നെ ഇപ്പോൾ ഖദർ കർണിയിൽ 8 തക്ബീർ ഒന്നാമത്തേൽ, ഇവിടെ പിന്നെ 5 തക്ബീർ അല്ലെങ്കിൽ 6 തക്ബീർ. ചിലർ 3 തക്ബീറും 3 തക്ബീറും. അത് ഹനഫികൾ 3 തക്ബീർ ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും 3 തക്ബീറും. ഹനഫികൾക്ക് ഇവിടെ ഉണ്ട് വൽ ഖിറാഅത്ത് ബഅദഹുമാ കിൽതൈഹിമ എന്നാണ്. തക്ബീർ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഖിറാഅത്ത്. ഹനഫികൾക്ക് ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറുകൾക്ക് ശേഷം ഖിറാഅത്ത്, രണ്ടാമത്തെ റക്അത്തിൽ തക്ബീറുകൾക്ക് മുമ്പ് ഖിറാഅത്ത്. അങ്ങനെയാണ്, തക്ബീറുകൾക്ക് മുമ്പ് ഖിറാഅത്ത് രണ്ടാമത്തെ റക്അത്തിൽ. യഥാർത്ഥത്തിൽ ശരിയുണ്ടോ ഹദീസിൻ്റെ ലഫ്ദ് അറിയിക്കണം വൽ ഖിറാഅത്ത് ബഅദഹുമാ കിൽതൈഹിമ. അപ്പോൾ ദുആഉൽ ഇസ്തിഫ്താഹോ, ഉണ്ടല്ലോ, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക് വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ദുആഉൽ ഇസ്തിഫ്താഹ് എപ്പോഴാ, അത് ശരിക്ക് തക്ബീറിനും ഖിറാഅത്തിനും
ഇടയിലാണ്. തക്ബീറിനും ഖിറാഅത്തിനും ഇടയിൽ. അതാണ് റസൂലുള്ളാഹിനോട് ചോദിച്ചത്, റസൂലെ നിങ്ങൾ തക്ബീറിനും ഖിറാഅത്തിനും ഇടയിൽ മൗനം ഭജിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്താ നിങ്ങൾ ചെല്ലണമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ദുആഉൽ ഇസ്തിഫ്താഹ്. അപ്പോൾ തക്ബീറിനും ഖിറാഅത്തിനും ഇടയിലുള്ള മൗനവേളയിലാണ് എന്ത് ഇസ്തിഫ്താഹ്. അതാണ് ശരി. ചില ഫുഖഹാക്കൾ പറഞ്ഞത് തക്ബീറത്തിൽ ഇഹ്റാമിന് ശേഷമാണ് ദുആഉൽ ഇസ്തിഫ്താഹ്. തക്ബീറത്തിൽ ഇഹ്റാമിന് ശേഷമാണ് ദുആഉൽ ഇസ്തിഫ്താഹ്. അപ്പോൾ ഇവിടെ എങ്ങനെ കാരണം അതിൻ്റെ രീതി വരിക? അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലിയിട്ട് ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലിയിട്ട് പിന്നെ 6 തക്ബീർ. മനസ്സിലായില്ലേ? അത് ശരിക്കും പിന്നെ തെളിവിനോടടുത്ത അഭിപ്രായമല്ല. തെളിവിനോടടുത്ത എന്താണ്? തക്ബീറിനും ഖിറാഅത്തിനും ശേഷമാണ് ദുആഉൽ ഇസ്തിഫ്താഹ്. ഖിറാഅത്തിന് മുമ്പ് തക്ബീറിന് ശേഷം, തക്ബീറിൻ്റെയും ഖിറാഅത്തിൻ്റെയും ഇടയിൽ. ഈ ഹദീസ് സഹീഹാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസം കുറച്ച് രൂക്ഷമാണ്. പക്ഷേ ഇമാം അഹ്മദ് അലി ഇബ്നുൽ മദീനി പാടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഇബ്നു ഹജർ കൊടുത്താണ്ടില്ലേ, ആര് ഇമാം ബുഖാരി ഇതിനെ സഹീ എന്ന് പറഞ്ഞിട്ടുണ്ട് തുർമുദി ഉദ്ധരിച്ചിട്ട്. ഹദീസ് സഹീഹാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വന്നതിൽ ഏറ്റവും സഹീഹായ റിവായത്ത് ഇതാണ്. ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ഉൾപ്പെടെ 7 തക്ബീർ, രണ്ടാമത്തെ റക്അത്തിൽ തക്ബീറുൽ ഇന്തിഖാൽ ഉൾപ്പെടെ 6 തക്ബീർ. എങ്ങനെ? ഇമാം ബുഖാരി റിപ്പോർട്ടിന് സഹിയാക്കിയിട്ടുണ്ട്. ഇമാം ബുഖാരി ഇപ്പോൾ അൽബാനി സഹിയാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലല്ലേ? അതേപോലെ, അതായത് ഇമാം ബുഖാരിക്ക് സഹീഹുൽ ബുഖാരിയുണ്ട്, അതല്ലാത്ത കിതാബുകളുമുണ്ട്. റാവിമാരെ പഠനം നടത്തിയിട്ട് ഇന്ന റാവിയുടെ റിപ്പോർട്ട് സഹീഹാണോ ഇല്ലേ എന്നുള്ളത് വിധിക്കാനുള്ള യോഗ്യത ഉള്ള ആളാണ് ആര്? ഇമാം ബുഖാരി. അങ്ങനെ ഹദീസിനെ ഇമാം ബുഖാരി എന്നിട്ട് സഹിയാക്കിയിട്ടുണ്ട്. സഹിയായതൊക്കെ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ കൊടുത്തിട്ടില്ല. സഹീഹുൽ ബുഖാരിയിൽ കൊടുക്കാൻ അദ്ദേഹത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ കൊടുത്തത് മാത്രമേ സഹീഹുൽ ബുഖാരിയിൽ ആര് കൊടുത്തിട്ടുള്ളൂ? ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരി ഇല്ലാത്ത കുറേ ഹദീസുകൾ നമുക്ക് അദബുൽ മുഫ്രദിൽ കാണാം. ഇമാം ബുഖാരിൻ്റെ അതിൽ കുറേ ഹദീസുകൾ എന്താണ്? സഹിഹായ ഹദീസുകളല്ലേ. അതേപോലെ താരീഖുൽ കബീർ, താരീഖുൽ സഗീർ, ഇമാം ബുഖാരിക്ക് ധാരാളം കിതാബുകളുണ്ട്. മുത്തഫഖുൻ അലൈഹി എന്ന് പറയുമ്പോൾ ഇമാം മുസ്ലിമും ബുഖാരിയും അത് സഹീഹുൽ ബുഖാരിയിലുള്ളത് മാത്രമാണ്. അപ്പോൾ അൻ അംർ ബിൻ ശുഐബിൻ അൻ അബീഹി അൻ ജദ്ദിഹി ഖാൽ التكبير في الفطر 7 في الأولى و5 في الأخرى والقراءة بعدهما كلتيهما أخرجه أبو داود ونقل الترمذي تصحيحه عن البخاري. طيب أرد حديث أبو واقد الليثي حديث عن أبي واقد الليثي رضي الله تعالى عنه قال كان النبي صلى الله عليه وسلم يقرأ في الأضحى والفطر بقاف واقتربت. അഖ്റജഹു മുസ്ലിം അല്ലേ? വഖ്തറബത് നല്ലുള്ളൂ ഖലാസ്. അബൂ വാഖിദിൻ ലൈസിയിൽ നിവേദനം. അൻ അബി വാഖിദിൻ ലൈസി, അബൂ വാഖിദിൻ ലൈസി അദ്ദേഹം അൽ ഹാരിസ് ഇബ്നു മാലിക് ലൈസിയാണ്. അൽ ഹാരിസ് ഇബ്നു മാലിക് അൽ ലൈസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിവേദനം. അദ്ദേഹം പറയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 68-ലാണ് അദ്ദേഹത്തിൻ്റെ മരണം. അതിന് മുമ്പ് വന്നിട്ടുണ്ടാവും തോന്നുന്നു. അബൂ വാഖിദിൻ ലൈസി നമുക്ക് 68-ലാണ് അദ്ദേഹം മരണം. മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ മക്കയോടടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യഖറഉ ഫിൽ അദ്ഹ ബലി പെരുന്നാൾ ദിവസം അങ്ങനെയുള്ളത് യഖറഉ ഫിൽ അദ്ഹ വൽ ഫിത്ർ, ബലി പെരുന്നാൾ നമസ്കാരത്തിലും ഫിത്ർ പെരുന്നാൾ നമസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയിരുന്നു. ബിഖാഫ്, സൂറത്ത് ഖാഫ് വൽ ഖുർആനുൽ മജീദ്. വഖ്തറബത്ത് സൂറത്തുൽ ഖമർ, ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖമറും സൂറത്ത് ഖാഫും പാരായണം ചെയ്തിരുന്നു. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ പെരുന്നാൾ ദിവസം സൂറത്തുൽ
പിന്നെ ഖാഫും അതേപോലെ ഇഖ്തറബത്തി സാ എന്ന സൂറത്തും ഓതുന്നത് സുന്നത്താണ്. പക്ഷേ നബി തങ്ങൾ സമുറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി തങ്ങൾ സൂറത്തുൽ ആലയും സൂറത്തുൽ ഘാഷിയയും ഓതിയിരുന്നു. അതും വന്നിട്ടുണ്ട്. അതും സുന്നത്താണ്. സൂറത്തുൽ ആലയും സൂറത്തുൽ ഘാഷിയയും. ഖലാസ്. ഇനി അടുത്ത ഹദീസ് ജാബിർ അല്ലേ. وعن جابر رضي الله تعالى عنه كان رسول الله صلى الله عليه وسلم إذا كان يوم العيد خالف الطريق. كان رسول الله صلى الله عليه وسلم إذا كان يوم العيد خالف الطريق. ഇത് أخرجه أبو داود أخرجه البخاري ولي عن ابن عمر مثله ولا نحوه. ബുഖാരിൻ്റെ റിപ്പോർട്ടാണല്ലേ. സംസാരമില്ല. അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ കാന യൗമൽ ഈദ്, ഈദ് ദിവസമായാൽ ഖാലഫ ത്വരീഖ്. എന്താ ഖാലഫ ത്വരീഖ്? വഴി വേറെയാക്കുമായിരുന്നു, വ്യത്യസ്ത വഴിയാക്കുമായിരുന്നു എന്നാണ്. ഖാലഫ ത്വരീഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോണതൊരു വഴി വരുന്നതൊരു വഴി അങ്ങനെ. അഖ്റജഹുൽ ബുഖാരി, ബുഖാരിയുടെ റിവായത്താണിത്. ബുഖാരി റിപ്പോർട്ട് ചെയ്തത് സഹീഹുൽ ബുഖാരിയിൽ. വലി അബി ദാവൂദ് അൻ ഇബ്നു ഉമറ മിസ്ലഹു അല്ലെങ്കിൽ നഹ്വഹു. അബൂ ദാവൂദ് ഇബ്നു ഉമറിൽ നിന്ന് ഇതുപോലത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഉമറിൽ നിന്ന് അബൂ ദാവൂദ് ഇതുപോലത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇബ്നു ഹജർ പറയുന്നത്. എന്തിനാണ് ഇത്? മനസ്സിലായില്ലേ? ഈദ്ഗാഹിക്ക് പോകുമ്പോൾ ഒരു വഴി, വരുമ്പോൾ ഒരു വഴി. എന്തിനാണത്? എന്തിനാണ് അങ്ങനെ വഴി മാറണത്? അതിപ്പോൾ അരേവയ്ക്ക് കൂടി പോയാലും കിട്ടൂലേ? നമ്മൾ പോണ വഴി ഇവിടെ തന്നെ സ്റ്റെപ്പ് വെച്ചുകൊണ്ടെങ്കിൽ അതേ സ്റ്റെപ്പിൽ അതിലൊന്ന് പറഞ്ഞാൽ അതാണ്. അതായത് പിന്നെ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല ഇത് പറയേണ്ടത്. അതായത് ഓരോ കാലുവെപ്പുകളുണ്ടല്ലോ, ആ കാലുവെപ്പുകൾ നമുക്ക് സാക്ഷിയാണ്. അപ്പോൾ നമ്മൾ പോണ കാലുവെപ്പുകളുണ്ടല്ലോ, അത് ഈ വഴിയിൽ പോകുമ്പോൾ അത് സാക്ഷിയായി. വേറെ വഴിയിലൂടെ വരുമ്പോൾ ആ വഴിയും നമുക്കെന്തായി? സാക്ഷിയായി. അതൊന്ന്. രണ്ട്, പെരുന്നാൾ സന്തോഷത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ നമ്മുടെ സന്തോഷവും ആശംസയും അതെല്ലാവർക്കും പകരാൻ വേണ്ടിയിട്ട്, കുറേ ആളുകൾക്ക് പകരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് പറഞ്ഞത് പിന്നെ കൂടുതൽ ആളുകൾക്ക് നമ്മളുടെ പിന്നെ പെരുന്നാൾ സുദിനാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി കുറേ ഇങ്ങനെ പല ഹിക്മത്തുകളും അതിൻ്റെ ആയിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. കുറേ ആളുകൾക്ക് സലാം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ഹിക്മത്ത് എന്ത് എന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും, ഹിക്മത്ത് പൊരുൾ എന്ത് എന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് വന്നത് നമ്മളത് പിൻപറ്റുക എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങളിൽ. അടുത്ത ഹദീസ്. അതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വണ്ടി പോകുമ്പോൾ തന്നെ സലാം പറയണ, ആശംസിക്കണല്ലേ. അലാ കുല്ലി നമ്മൾ എന്താണ് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, റസൂലുള്ള പണ്ട് ഇൽത്തിബായ് ചെയ്തിരുന്ന എന്തിനാണ്? ഉംറ ചെയ്തപ്പോൾ ഉംറത്തുൽ ഖദായിൽ മുശ്രിക്കുകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവർ കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പനി പിടിച്ച് പറിച്ചൊന്നും വരികയല്ല, ഞങ്ങൾ ആരോഗ്യവാന്മാരാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് റസൂൽ എന്ത് ചെയ്തത്? ഈ വലത് ചുമൽ വെളിപ്പെടുത്തിയിട്ട് വസ്ത്രം ധരിച്ചു ഉംറത്തുൽ ഖദായിൽ. അന്ന് മക്കം ഫതഹായിട്ടില്ല അതിന് മുമ്പ് അല്ലേ. പക്ഷേ പിൽക്കാലത്ത് മക്കം ഫതഹായി മുശ്രിക്കൂൽ അവിടെ കാണാനും നോക്കാനും ആരുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇൽത്തിബായ് ചെയ്യണം. എന്തിന്? റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിൻപറ്റാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിൻപറ്റുക, അത്ര തന്നെ. അടുത്തത് അനസിൻ്റെ ഹദീസ് അല്ലേ. വഅൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത വലഹും യൗമാനി യൽഅബൂന ഫീഹിമാ ഫഖാല ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമുൽ അദ്ഹ വയൗമുൽ ഫിത്ർ. യൗമുൽ അദ്ഹ വയൗമുൽ ഫിത്ർ. ഖദ് അബ്ദലകുമുല്ലാഹു
ഖൈറൻ മിൻഹുമ ബദലായിട്ട് ശരിയാണ്. യൗമൽ അദ്ഹ വ യൗമൽ ഫിത്ർ. ഇത് അഖ്റജഹു അബൂ ദാവൂദ് വത്തുർമുദി വന്നസായി ബി ഇസ്നാദിൻ സഹീഹ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയണം, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു ആഗതനായി. എവിടെ? അൽ മദീനയിൽ. വലഹും അവർക്ക് യൗമാനി 2 ദിവസങ്ങളുണ്ടായിരുന്നു. വലഹും എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ ആർക്ക്? അഹ്ലുൽ മദീനക്കാർക്ക് യൗമാനി 2 ദിവസം ഉണ്ടായിരുന്നു. യൽഅബൂന ഫീഹിമാ 2 ദിവസങ്ങളിൽ അവർ കളിച്ചിരുന്നു, ആഘോഷിച്ചിരുന്നു. ആ 2 ദിവസങ്ങളിൽ തങ്ങൾ ആഘോഷിച്ചിരുന്ന 2 ദിവസങ്ങൾ വലഹും മദീനക്കാർക്കുണ്ടായിരുന്നു. ആര് ഈ മദീനക്കാർ? അൻസാരികൾ. അതിനു മുമ്പ് ഔസ് ഖസ്റജ് അവർ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ. ശുഫ്, ഖദ് അബ്ദലകും, അല്ലാഹു നിങ്ങൾക്ക് ബദലായി പകരമായി നൽകിയിരിക്കുന്നു, ബിഹിമ അവ രണ്ടിനും, ഖൈറൻ മിൻഹുമ എന്താ അവയേക്കാൾ ഉത്തമമായത്. ഈ 2 ദിവസങ്ങൾക്കും പകരമായി അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു. ഏതാണ് അവ രണ്ടും? യൗമൽ അദ്ഹ വ യൗമൽ ഫിത്ർ. ഒന്ന് ബലി പെരുന്നാൾ ദിവസം, മറ്റൊന്ന് ഫിത്ർ പെരുന്നാൾ ദിവസം. പിന്നെ ഇത് ഇപ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജ്റയെക്കുറിച്ചായി പറയുന്നത്. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗതനായപ്പോൾ മദീനക്കാർ ഔസ് ഖസ്റജ് ഗോത്രക്കാർ അവർക്ക് അവിടെ 2 ദിവസം ആഘോഷ ദിവസമായിട്ടുണ്ടായിരുന്നു. ഒന്ന് നെയ്റൂസ് എന്ന് പറയും, മറ്റൊന്ന് മെഹർജാൻ എന്ന് പറയും. മെഹർഖാൻ എന്നാണ് അതിൻ്റെ പേർഷ്യൻ ഭാഷ. നെയ്റൂസ് ഫാരിസിയാണ്, പേർഷ്യൻ പദമാണ്. അതേപോലെ തന്നെ മെഹർഖാൻ എന്നതിന് പറയും പേർഷ്യൻ ഭാഷയിൽ. മെഹർജാൻ 2 ദിവസങ്ങൾ. അതൊന്ന് പിന്നെ രണ്ട് രാശികളുണ്ടല്ലോ, 2 രാശികൾ ഉദിക്കുന്ന കാലമാണത്. ഒന്ന് മേഘരാശി, മറ്റൊന്ന് 2 രാശികൾ പ്രത്യക്ഷപ്പെടുന്ന കാലമാണത്. 2 ആഘോഷ ദിവസം. ഒന്ന് ഈ നെയ്റൂസ് പുതുവർഷ ദിവസമാണ്. മറ്റൊന്ന് പിന്നെ മലയാള ഭാഷ എന്താ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, കർക്കിടകം, മിഥുനം, കർക്കിടകം. അങ്ങനെ ഉണ്ട്. അറബിയിൽ ഹംലാൻ എന്ന് പറയും. പിന്നൊന്ന് മീസാൻ എന്ന് പറയും. മീസാൻ ഇടവരാശിയല്ല, മേഘരാശിയും. പിന്നൊന്ന് തുലാരാശിയല്ല, കന്നി, തുലാം, തുലാരാശിയും പിന്നെ മേഘരാശിയും 2 രാശിയാണ്. അതാണ് അതിൻ്റെ ആ ദിവസങ്ങളിലാണ് പിന്നെ ഈ 2 ആഘോഷങ്ങൾ ഇവർക്ക് പേർഷ്യക്കാർക്ക് ഉണ്ടായിരുന്നത്. അതിനെ കടമെടുത്തിട്ടാണ് ഇവരത് ആഘോഷിച്ചിരുന്നത്. ഒന്ന് നെയ്റൂസ്, മറ്റൊന്ന് മെഹ്റജാൻ. മീസാൻ, ഹംലാൻ അല്ലെങ്കിൽ ഹംൽ എന്ന് പറയുന്ന 2 രാശികളാണ്. അത് പ്രത്യക്ഷപ്പെടുന്ന ആളുകളിലായിരുന്നു അവരുടെ ആഘോഷം. അലാ കുല്ലിൻ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് അത് അവർക്ക് വേണ്ടെന്ന് വെച്ച്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞ്, ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ, അവയേക്കാൾ ഉത്തമമായത് അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു. അവ 2നും പകരം നൽകിയിരിക്കുന്നു. അത് യൗമുൽ അദ്ഹയും യൗമുൽ ഫിത്റുമാകുന്നു. യൗമുൽ ഫിത്റാകുന്നു. ഈ ഹദീസ് അഖ്റജഹു അബൂ ദാവൂദ് വന്നസായി ബി ഇസ്നാദിൻ സഹീഹായ സനദോടുകൂടി അബൂ ദാവൂദ് നസായി റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ നമ്മൾ പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? റസൂലിൻ്റെ നിലവിലുള്ള 2 ആഘോഷങ്ങൾ അത് മുസ്ലിമീങ്ങൾ കൊണ്ടുവരുന്നിരുന്നതാണ്, മനസ്സിലല്ലേ? പക്ഷെ അത് മറ്റുള്ള മതക്കാരിൽ നിന്ന് കടമെടുത്തതാണ്. അതുകൊണ്ട് ഇത് ആ 2നെയും റസൂൽ എന്ത് ചെയ്തു? പിന്നെ ഒഴിവാക്കിയിട്ട് പകരം അള്ളാഹു നിശ്ചയിച്ച യൗമുൽ അദ്ഹയും യൗമുൽ ഫിത്റും നൽകി. എന്നൊരു റസൂൽ പറഞ്ഞ് ഇത് പകരമാണ് ഉണ്ടോ, അതിന് പകരമായിട്ട് റസൂൽ കൊടുത്താണ്. അത് ഉത്തമമാണെന്ന് അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മുസ്ലിം മീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഘോഷിക്കാനുള്ള 2 പെരുന്നാൾ ഏതാണ്? അദ്ഹയും ഫിത്റുമാണ്.
വേറൊരു ആഘോഷം മുസ്ലിങ്ങൾക്ക് ഇല്ല. ആഴ്ചയിലുള്ള ആഘോഷം അത് ജുമ അല്ലാതെ. ഇന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായി, മുസ്ലിമീങ്ങൾക്ക് കുറേ ആഘോഷങ്ങളായി. അന്യമതക്കാരുടെ ആഘോഷങ്ങളും എന്തായി, മുസ്ലിമീങ്ങൾക്ക് ആഘോഷമായി. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം ആഘോഷങ്ങളെ ഉടച്ചു വാർത്തിട്ടാണ് ഇസ്ലാമിക ആഘോഷം കൊടുത്തത്, പറഞ്ഞത്. മുസ്ലിമീങ്ങൾ അന്യ ആഘോഷങ്ങൾ കൊണ്ടാടുക എന്നുള്ളത് ഇസ്ലാമികമായിട്ട് തീർത്തും ശരിയല്ലാതെ. ഇന്ന് അന്യ ആഘോഷങ്ങൾക്കാണ് മുസ്ലിമീങ്ങളുടെ അടുക്കൽ തന്നെ എന്ത് പോഷിപ്പ്, കൊഴുപ്പ്. അത് ആഘോഷിക്കുന്നതിനാണ്. പെരുന്നാൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ, അതിനത്രൊരു ഇതില്ല. പണ്ടില്ലേ പുതുവർഷ ആഘോഷങ്ങളൊക്കെ എങ്ങനെ മുസ്ലിമീങ്ങൾ ചില മുസ്ലിം നാടുകളിലൊക്കെ പെരുന്നാൾ ആഘോഷം അറിഞ്ഞോളം തന്നെയല്ല. പക്ഷെ അതേസമയം ഈ നെയ്റൂസ് ഉണ്ടല്ലോ, അതെങ്ങനെ ആഘോഷിക്കണേ അല്ലേ? കോടികൾ തുലച്ചിട്ടുള്ള ആഘോഷത്തിമറുപ്പാണ്. അള്ളാഹു കാക്കട്ടെ. പിന്നെ അടുത്തത് അലിയാരുടെ ഹദീസല്ലേ. അൻ അലി റളിയല്ലാഹു തആല അൻഹു ഖാൽ മിന സുന്നത്തി അൻ യഖ്റുജ ഇലൽ ഈദി മാശിയൻ. മിന സുന്നത്തി അൻ യഖ്റുജ ഇലൽ ഈദി മാശിയൻ. റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ റവാഹു തുർമുദി റവാഹു തുർമുദി വഹസ്സനഹു. ഓക്കെ. തയ്യിബ്. അൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഖാല, അദ്ദേഹം പറയാണ്, മിന സുന്നത്തിൽപ്പെട്ടതാണ് അൻ യഖ്റുജ ഇലൽ ഈദ്, ഈദിലേക്ക് പുറപ്പെടൽ. എങ്ങനെ? മാശിയൻ. മാശി എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട്. റവാഹു തുർമുദി, ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തു. ഹസ്സനഹു, ഇമാം തുർമുദി അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇമാം തുർമുദിയുടെ അടുക്കൽ ഈ ഹദീസ് കൊണ്ട് അമലെടുക്കാം എന്നുള്ളിടത്താണ് ഇമാം തുർമുദി ഉള്ളത്. അതാണ് ഇപ്പോൾ ഇബ്നു ഹജറും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഹദീസ് തീർത്തും ദുർബലാണ്. അൽ ഹാരിസുൽ അഅ്വർ എന്ന് പറയുന്ന റാവി അതിലുണ്ട്. അൽ ഹാരിസ് അൽ അഅ്വർ തീർത്തും അസ്വീകാര്യനായ റാവിയാണ്. അൽ ഹാരിസുൽ അഅ്വർ. അതുകൊണ്ട് തന്നെ ഈ ഹദീസ്, തുർമുദിയുടെ ഈ ഹദീസ് തീർത്തും ദുർബലാണ്. അൽ ഹാരിസുൽ അഅ്വർ ഹദീസ് ദുർബലാണത്. അവർ എന്നുള്ളത് കണ്ണാണാത്തവനുള്ള പേരിൽ അങ്ങനെ ഒന്നും നോട്ടല്ല കേട്ടോ. ചില പേരുകളൊക്കെ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിലും ലൈല, സൈനബ് ഒക്കെ അങ്ങനെ പേരില്ലേ? അതിൻ്റെ കറുത്ത എന്താ? ലൈല, അത് ആ ലൈല വേറെ, ഈ ലൈല വേറെ. ഒക്കെ മദ്യത്തിൻ്റെ പേരാണ്, മദ്യത്തിൻ്റെ പേരുകളാണത്. പക്ഷേ അതൊക്കെ പിന്നെന്തായി, പണ്ട് പിന്നെ ഔദാര്യം ഉണ്ടല്ലോ, അവർക്ക് ഔദാര്യം ഇതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഔദാര്യം എന്നുള്ള അർത്ഥത്തിന് പിന്നെ പ്രയോഗിക്കാൻ തുടങ്ങി. അതിലൊക്കെ കുറേ ചരിത്രങ്ങളും വർത്തമാനങ്ങളും കാണാൻ സാധിക്കും. ലൈല മജ്നൂൻ, ലൈലയും അതേപോലെ തന്നെ ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ. മിന സുന്നത്തി അൻ യഖ്റുജ ഇലൽ ഈദി മാശിയൻ. റവാഹു തുർമുദി വഹസ്സനഹു. അവസാനത്തെ ഹദീസ് അബി ഹുറൈറ. വഅൻ അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്നഹും അസാബഹും മതറുൻ ഫീ യൗമി ഈദിൻ ഫസല്ല ബിഹിമുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഈദി ഫിൽ മസ്ജിദ്. റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ ലയ്യിൻ. അല്ലേ? അൻ അബി ഹുറൈറ റളിയല്ലാഹു തആല, അബൂ ഹുറൈറയിൽ നിവേദനം, അന്നഹും അസാബഹും അവർക്ക് ഏറ്റു, സഹാബികൾക്ക് ഏറ്റു, മതർ മഴ, ഫി യൗമി ഈദിൻ പെരുന്നാൾ ദിവസത്തിൽ, ഫസല്ല ബിഹിമുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും കൊണ്ട് നമസ്കരിച്ചു. സ്വലാത്തുൽ ഈദ് നമസ്കാരം, ഫിൽ മസ്ജിദ് എവിടെ? പള്ളിയിൽ നമസ്കരിച്ചു. ഇമാം അബൂ ദാവൂദ് ഹദീസ് റിപ്പോർട്ട് ചെയ്തു. റവാഹു അബൂ ദാവൂദ്. പക്ഷേ ബി ഇസ്നാദിൽ ലയ്യിൻ. എന്താ ലയ്യൻ എന്ന? ദുർബലമായ സനദോടുകൂടി, ലയ്യനായ സനദോടുകൂടി. അത് ലയ്യനാണെന്ന് പറയാൻ കാരണം ഈസ ഇബ്നു അബ്ദുൽ ആല എന്ന് പറയുന്ന റാവിയാണ്. ഈസ ഇബ്നു അബ്ദുൽ ആല അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് പിന്നെ
എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്, ദുർബലമായ റിപ്പോർട്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ പലരും ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് സഹീഹാണ് എന്ന് വിധിച്ച പണ്ഡിതന്മാർ പറഞ്ഞത്, മഴ പോലുള്ളതായ ഒഴിവ് കഴിവുകൾ ഉണ്ട് എങ്കിൽ പള്ളിയിലും എന്ത് ചെയ്യാം, ഈദ് നിസ്കരിക്കാം, പെരുന്നാൾ നിസ്കരിക്കാം. എപ്പോഴും പെരുന്നാൾ നിസ്കാരം എവിടെ ഉത്തമം? ഈദ്ഗാഹിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദ്ഗാഹിലാണ് നിസ്കരിച്ചിട്ടുള്ളത്. മദീനയിലാണെങ്കിൽ വരെ ഈദ്ഗാഹിലാണ് ഉത്തമം. പക്ഷേ ഒഴിവ് കഴിവുകൾ ഉണ്ട് എങ്കിൽ പള്ളിയിൽ നിസ്കരിക്കൽ അനുവദനീയമാണ് എന്നുള്ളത് അറിയിക്കുന്നത് ഈ ഹദീസാണ്. അതിനെ സഹിയാണ് എന്ന് വിധിച്ചവർ ഷാഫിയാക്കൾ വെച്ച്, ഷാഫിയാക്കൾക്ക് പള്ളിയിൽ നിസ്കരിക്കലാണ് ഉത്തമം. പള്ളി നിസ്കരിക്കാൻ വല്ല ഒഴിവ് കഴിവുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ഈദ്ഗാഹ്. അത് ശരിയല്ല, ശരിക്കും ആ വീക്ഷണം ശരിയല്ല. അതിനുള്ള തെളിവ് അവർ പറയുന്നത് പിന്നെ ഇതാണ്, ഒക്കെ വീക്ഷണങ്ങളാണ്. അതായത് പള്ളി വിശാലമാണ് എങ്കിൽ പിന്നെ പള്ളിയാണ് ഉത്തമ സ്ഥലം. ഏതിനേക്കാൾ? മുസല്ലയേക്കാൾ. അള്ളാൻ്റെ ഭൂമിയിൽ ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? പള്ളിയാണ്. അതാണ് അവരുടേത്, ഗവേഷണമാണ്. അതുകൊണ്ട് തന്നെ ഉത്തമമായ സ്ഥലത്തെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഉത്തമമല്ലാത്ത സ്ഥലത്ത് പോകേണ്ടതില്ല. പള്ളി വിശാലമാണെങ്കിൽ എന്ത് ചെയ്യുക, പള്ളിയിൽ നിസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാതെ ഈദ്ഗാഹ് പോയത് അന്ന് പള്ളി ചെറുതാണ്, മനസ്സിലായി? അതാണ് അവർ പറയണത്. യഥാർത്ഥത്തിൽ പിന്നെ ഇത് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി? അന്നെല്ലാവരും പള്ളിയിലല്ലേ ജുമാക്ക് നിസ്കരിച്ചിരുന്നത്, ആ പള്ളിയിൽ തന്നെ നിസ്കരിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഈദ് നിസ്കരിക്കുക എന്നുള്ളത് എന്തല്ല, കഴിയാത്തൊരു സംഗതിയല്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പോലും എന്ത് ചെയ്തിട്ടില്ല, പിന്നെ പള്ളിയിൽ നിസ്കരിക്കാതെ ഈദ്ഗാഹിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ ഒഴിവ് കഴിവുണ്ട് എങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും കൂടി പിന്നെ ഈദ്ഗാഹിൽ സംബന്ധിക്കുക എന്നുള്ളത് പ്രയാസകരമായത് കാരണത്താൽ, അതേപോലെ തന്നെ ആളുകളെ ചിലപ്പം ഉൾക്കൊള്ളാനും, ഇപ്പം ആളുകളേക്കാൾ കൂടുതലാണല്ലോ വണ്ടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതായ പ്രയാസങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം. ഏതായാലും ഈദ്ഗാഹ് അതാണ് ഉത്തമം. പക്ഷേ ഒഴിവ് കഴിവുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, പള്ളിയിലാകാവുന്നതാണ്, അത് അനുവദനീയവുമാണ്. ഇതാണ് പിന്നെ ഈദുമായി ബന്ധപ്പെട്ടുള്ളതായ ഹദീസുകൾ ബുലൂഗുൽ മറാമിൽ വന്നത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ആഴ്ച സലാത്തുൽ കുസൂഫ് അല്ലേ, കുസൂഫ് ഇൻഷാ അല്ലാഹ്. മക്കയിൽ മസ്ജിദുൽ ഹറാം തന്നെയാണ് എന്ത് ഈദ് നിസ്കരിക്കാനുള്ള സ്ഥലം. അല്ല, മദീനത്തല്ല. മദീനത്ത് ഇപ്പോൾ റസൂൽ നിസ്കരിച്ചപ്പോൾ ഈ പറയുന്നത്. ഇപ്പം അങ്ങനെയല്ല, അത് പിൽക്കാലത്തൊക്കെ അങ്ങനെ തന്നെയാണ്. മസ്ജിദ് നബവിയിലാണ് നിസ്കരിക്കണം, ഈദ്ഗാഹിൽ നിസ്കരിക്കാറില്ല. പക്ഷേ മദീനത്ത് നിസ്കരിക്കുമ്പോണ്ടല്ലോ, പെരുന്നാൾ നിസ്കാരത്തിൽ പ്രത്യേകിച്ച് ഈദുൽ ഫിത്ർ നിസ്കരിക്കുമ്പോൾ ഈദ്ഗാഹിൽ നിസ്കരിക്കും പോലെ തന്നെയാണ്. ആളുകളൊക്കെ ഇവിടെ ആയിരിക്കും, പുറത്തായിരിക്കും, പള്ളീൻ്റെ മുകളിലും പുറത്തും എല്ലാം ഉള്ളു പെട്ടെന്ന് അറിയും. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.